കഴിഞ്ഞ ദിവസം രാത്രി കേരളം കേട്ടത് വളരെ ഞെട്ടലുണ്ടാക്കുന്ന ഒരു വാർത്തയായിരുന്നു. അച്ഛനെയും അമ്മയെയും സ്വന്തം മകൻ കൊലപ്പെടുത്തിയ ആ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്കാണ് സ്പോട്ട് ലൈവ് ആദ്യം കടക്കുന്നത്. ഇടുക്കി എഴുകുംവയലിലാണ് സംഭവം നടന്നത്. ഈ പ്രതി, അതായത് ഈ മകൻ അജീഷിനെ സംഭവ സ്ഥലത്ത് എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. അജീഷ് ലഹരിക്ക് അടിമ എന്നാണ് പ്രാഥമികമായി കിട്ടുന്ന നിഗമനങ്ങൾ. ദൈവം വിളിച്ചതുകൊണ്ട് അച്ഛനെയും അമ്മയെയും ദൈവസന്നിധിയിലേക്ക് അയച്ചു എന്നൊരു വിചിത്ര മൊഴിയാണ് ഇയാൾ പോലീസിന് നൽകിയിരിക്കുന്നത്. എഴുകുംവയൽ സ്വദേശി ആന്റണി, ഭാര്യ വത്സമ്മ എന്നിവരെയാണ് ഇന്നലെ രാത്രി 9:30 മകൻ അജീഷ് കുത്തിക്കൊലപ്പെടുത്തിയത്. മരണം ഉറപ്പിച്ച ശേഷം ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തി വിദേശത്തുള്ള ബന്ധുവായ വൈദികന് അയച്ചു കൊടുത്തിരുന്നു. പരസ്പര വിരുദ്ധമായ മൊഴിയാണ് പ്രതി നൽകുന്നത് എന്നും മനസ്സിലാക്കി. ഞാൻ ഇവിടുന്ന് ഇറങ്ങി പോകുമ്പോ കണ്ടതാ. ഇത് എനിക്ക് വെച്ച പണിയാ. ഇത് ഒന്നെ കൊന്നു കളഞ്ഞോ? അമ്മച്ചി ഉണ്ടോ? ഈ തുണിയൊന്നും ഇങ്ങനെ അല്ലായിരുന്നു. ഇതെല്ലാം ഇങ്ങനെ അല്ലായിരുന്നോ രാജീഷേ? എന്താ രാജീഷേ? കൊലപാതക സമയത്ത് വീട്ടിലുണ്ടായിരുന്ന ആന്റണിയുടെ അമ്മയെ പ്രതി ആക്രമിച്ചില്ല. അച്ഛൻ എന്നോട് പറഞ്ഞു പെട്ടെന്ന് ഇവിടം വരെ ഒന്ന് ഇറങ്ങി വരാമെന്ന് പറഞ്ഞപ്പം ഞാനും അച്ഛനും ഉണ്ട്, പിന്നെ തൊട്ട് അടുത്ത അയൽവക്കക്കാർ ഒരു 3-4 പേരുണ്ട്. ഞങ്ങളെല്ലാവരും കൂടി ഒരു ശാലം വിഷയമുണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഉള്ളിൽ വീട്ടിൽ കയറി ചെന്നു കഴിഞ്ഞപ്പോഴത്തേനും കഥക് തുറന്നു കിടപ്പുണ്ട്. ഇവനെ രക്തത്തിൽ കുളിച്ച് ഇവന്റെ കയ്യിലെല്ലാം രക്തമാണ്. ഇവനൊരു കൊന്ത കൈ പിടിച്ചിട്ടുണ്ട്. കൊന്തയും പിടിച്ചിട്ട് ഇവന് ഒച്ചത്തിൽ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുക. അപ്പം ഇവൻ ചെല്ലുന്ന പറയുന്നത് എന്നാന്ന് വെച്ചാൽ, ഞാൻ ചോദിച്ചു എന്നാണ് സംഭവിച്ചത്, എന്നാ ചോദിച്ചെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു, ഞാൻ ഈ വീട്ടിലെ പിശാചുക്കളെല്ലാം ബഹിഷ്കരിച്ച് ഞാൻ സ്വർഗത്തിലേക്ക് പറഞ്ഞു വിട്ടുള്ളത്. അങ്ങനെയുള്ള സംസാരമാണ് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത്. ഏതാണ്ട് പരസ്പര വിരുദ്ധമായ കാര്യങ്ങളെല്ലാം ഇവനിങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പെട്ടെന്ന് ഞങ്ങള് അകത്തോട്ട് നോക്കി കഴിയുമ്പോഴത്തേനും പെട്ടെന്ന് സ്തംഭിച്ചു പോയി. അകത്ത് രക്തത്തിൽ കുളിച്ച് ഈ പറഞ്ഞ അപ്പച്ചൻ നിലത്ത് കിടക്കുകയാണ്. അപ്പം അദ്ദേഹത്തിന്റെ ഈ ഏകദേശം നിശ്ചലമായിട്ടൊരു അവസ്ഥയിലായിരുന്നു. അപ്പൊ പെട്ടെന്ന് ഞങ്ങൾ കൂടുതലുള്ള ഒരാൾ ഇവനെ പെട്ടെന്ന് പിടിച്ച് ഇവനെ ഇരുത്തി അവിടെ ഇരിക്കാൻ പറഞ്ഞാൽ അവിടെ ഇരുന്നു. അപ്പം എന്നുവെച്ച് ഞാനും വികാരിച്ചനോടെ ഞങ്ങൾ 2 പേരോട് കൂടി അകത്ത് കയറി ചെന്ന് നോക്കി, ബോഡി നോക്കി, പൾസുണ്ടോ, ജീവനുണ്ടോ എന്ന് നോക്കി. ഇപ്പൊ ജീവന് നഷ്ടപ്പെട്ടിരുന്നു. അപ്പൊ ഞാൻ ഇവനോട് ചോദിച്ചു, നിന്റെ അമ്മ എന്തി ചോദിച്ചു. പറഞ്ഞു അമ്മ അടുത്ത മുറിയിലുണ്ടെന്ന് പറഞ്ഞു. കാണിച്ചു തന്നു. അവിടെ കയറി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഈ കട്ടിലേല് എന്റെ അമ്മ വത്സമ്മ എന്ന് പറഞ്ഞ ആള് കിടക്കുക. പൾസ് നോക്കി കഴിഞ്ഞപ്പോഴത്തേനും അതും നിശ്ചലമായിരുന്നു. പ്രിൻസിന്റെ വിശദാംശങ്ങളുമായി. പ്രിൻസ്, 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇയാൾ ഈ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തി എന്നത് മനസ്സിലാക്കുന്നു. അതോടൊപ്പം തന്നെ ഇയാളുടെ കയ്യിൽ കൊന്തയുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ ഈ വ്യക്തിയുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒന്ന്, ഈ ദൃശ്യങ്ങൾ മൊബൈലിൽ അയച്ചു എന്ന് പറഞ്ഞല്ലോ. ഈ വ്യക്തിയുടെ പ്രേരണ ഈ കൊലപാതകത്തിൽ ഈ ബന്ധം ഉണ്ടായതായിട്ടെന്തെങ്കിലും അനുമാനിക്കണമോ? 2, ഇയാൾ ഈ ലഹരിക്ക് അടിമയാണെന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസവും ഇയാൾ ലഹരിയിലായിരുന്നു ഈ ആക്രമണം നടത്തിയത് ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ ബാക്കിയാണ്. കഴിഞ്ഞ രാത്രിയിലാണ് എഴുകുമ്പ എന്ന മലയോര ഗ്രാമത്തിനെ തെറ്റിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു ദാരുണമായ ഒരു സംഭവം അരങ്ങേറിയത്. അതിനുശേഷം കൃത്യം നിർവഹിച്ച ശേഷം പ്രതി തന്നെ ചിത്രങ്ങൾ മൊബൈൽ പകർത്തി ബന്ധുവിനയക്കുകയും തുടർന്ന് പ്രദേശത്തെ വൈദികൻ നാട്ടുകാരെയും കൂട്ടി ഇവിടെ എത്തുകയുമായിരുന്നു. അങ്ങനെയാണ് ഇത് വിവരം പുറം ലോകത്തേക്ക് അറിയുന്നത്. ഈ സംഭവം നടത്തിയ ശേഷമാണ് ഈ വിവരം മൊബൈൽ ചിത്രം പകർത്തിയ ശേഷമാണ് ബന്ധുവിനെ വിവരം അറിയിക്കുന്നത്. എന്തായാലും ഈ നാട്ടുകാർ ഈ വീട്ടിലേക്ക് എത്തുമ്പോൾ രക്തത്തിൽ കുളിച്ചൊരവസ്ഥയിലായിരുന്നു ഈ പ്രതിയായ അജീഷ് വീട്ടിലുണ്ടായിരുന്നത്. അയാൾ നാട്ടുകാരോട് പറഞ്ഞു തന്റെ പിതാവിനെ ഒക്കെ മാതാപിതാക്കളെ അതായത് ദൈവസന്നിധിയിലേക്ക് അയച്ചു. അങ്ങനെയുള്ള ഒരു മൊഴിയാണ് ഇയാൾ നാട്ടുകാരോട് പറഞ്ഞത്. അതായത് പാപികളായ ആളുകളെ ഞാൻ ദൈവത്തിന്റെ നിർദ്ദേശപ്രകാരം ദൈവസന്നിധിയിലേക്ക് അയച്ചു എന്നുള്ള രീതിയിലുള്ള ഒരു മൊഴി പറയുകയായിരുന്നു. ആദ്യം ഈ പിതാവിന്റെ മൃതദേഹമാണ് നാട്ടുകാർ കണ്ടെത്തിയത്. തുടർന്ന് മാതാവിന്റെ എന്ന് ചോദിച്ചപ്പോഴാണ് അടുത്ത മുറിയിൽ ഉണ്ട് എന്ന തരത്തിൽ വിവരങ്ങൾ വ്യക്തമാക്കുക. എന്തായാലും 2 പേരും മരണപ്പെട്ടിരുന്നു. നാട്ടുകാർ വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് തന്നെ 2 പേരും മരണപ്പെട്ടിരുന്നു. ഒപ്പം പ്രായമായ അതായത് ആന്റണിയുടെ അമ്മ വീട്ടിലുണ്ടായിരുന്നെങ്കിലും ഇവരെ ഒന്നും ചെയ്തില്ല. അതായത് ഇവർക്ക് കേൾവിശക്തിക്ക് അല്പം കുറവുള്ള ഒരു വ്യക്തിയാണ്. അപ്പം കാഴ്ചശക്തിക്കും കുറവുണ്ട്. അയാൾ വീടിന്റെ മറ്റൊരു മുറിയിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു. ഈ വിവരം ഒന്നും പുറത്തേക്ക് അറിഞ്ഞില്ല. തുടർന്ന് നാട്ടുകാരെത്തി ഇവരെ
അയൽ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും ഈ പ്രതി വർഷങ്ങളായി ലഹരിക്ക് അടിമയായിരുന്നു എന്നതാണ് നാട്ടുകാരിൽ നിന്നൊക്കെ നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ പ്രതി വലിയ തോതിൽ ലഹരി ഉപയോഗിക്കുകയും തുടർന്ന് വീട്ടിലൊക്കെ സ്ഥിരമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. ഇത് വലിയ തോതിൽ ഇത്തരത്തിൽ സ്ഥിരമായി പ്രതിസന്ധികൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ ഉണ്ടായതോടെ ഇവരെ ഈ പ്രതിയെ മുൻപ് ലഹരി വിമുക്ത ചികിത്സയ്ക്കായി അയക്കുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ 2 മാസത്തോളം അത്തരത്തിലുള്ള ചികിത്സയൊക്കെ ഇയാൾ ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഏതാനും നാളുകൾക്ക് മുമ്പാണ് ഇയാൾ വീട്ടിലേക്ക് തിരിച്ചെത്തിയിരുന്നത്. വീണ്ടും ലഹരി ഉപയോഗം തുടങ്ങി എന്നൊക്കെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കഴിഞ്ഞ രാത്രിയിലും ഇത്തരത്തിൽ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടാവാം എന്നാണ് കരുതുന്നത്. വലിയ തോതിൽ ഒരു പ്രകോപനം ഉണ്ടാകുകയും അത്തരത്തിൽ അതിക്രൂരമായാണ് കൊലപാതകം നടത്തിയിരിക്കുന്നത്. പിതാവിന്റെ ആന്തരിക അവയവങ്ങളൊക്കെ തന്നെ പുറത്തേക്ക് ചാടിയ ഒരു അവസ്ഥയിലായിരുന്നു. അപ്പം മാതാവിന്റെ കട്ടിന് താഴെയൊക്കെ കുത്തുകൾ ഏൽക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ വലിയ തോതിലുള്ള ഒരു ക്രൂരകൃത്യം ചെയ്തിട്ടാണ് ഇരുവരെയും കൊലപ്പെടുത്തിയിരുന്നത്. അതിനുശേഷം ഇന്ന് ഈ സംഭവം നടന്ന ഏതാനും മണിക്കൂറിൽ തന്നെ നെടുങ്കണ്ടം പോലീസ് ഈ സംഭവ സ്ഥലത്തെത്തി പ്രതിയെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. അപ്പം തുടർന്ന് ഇന്ന് പോസ്റ്റ്മോർട്ടത്തിലായി മൃതദേഹങ്ങൾ ഇൻക്വസ്റ്റിന് ശേഷം ഇവിടുന്ന് കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായി. അതിനുശേഷമാണ് പ്രതിയെ ഈ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പിനായി കൊണ്ടുവന്നത്. തെളിവെടുപ്പിനായി കൊണ്ടുവന്നപ്പോൾ എന്നാൽ പ്രതി ഇത്തരം സാഹചര്യങ്ങളൊക്കെ മറന്നുകൊണ്ടുള്ള അല്ലെങ്കിൽ ഇത്തരത്തിൽ നിഷേധിച്ചുകൊണ്ടുള്ള ഒരു പ്രസ്താവനകളൊക്കെയാണ് ഈ സമയത്ത് നടത്തുന്നത്. അതായത് തന്റെ അമ്മ എവിടെ എന്ന രീതിയിൽ അയാൾ ചോദിക്കുന്നു. അപ്പം ഈ സാധനങ്ങളൊന്നും ഇങ്ങനെയായിരുന്നില്ല, ഇത് മറ്റു രീതിയിലായിരുന്നു, ഇതൊക്കെ തന്നെ കൊടുക്കാൻ വേണ്ടി വരുത്തി തീർത്താണെന്നുള്ള രീതിയിലൊക്കെയാണ് ഇയാൾ പറയുന്ന രീതിയിലേക്കാണ് കാര്യങ്ങളൊക്കെ മാറുന്നത്. എന്തായാലും ഈ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് ഈ കൃത്യം നടത്തിയ ശേഷം പ്രതി നടത്തിക്കൊണ്ടിരിക്കുന്നത്. നാട്ടുകാരോട് ദൈവസന്നിധിയിലേക്ക് ഇവരെ പറഞ്ഞയച്ചേക്കുന്നു എന്ന് പറയുന്നു. ഇന്ന് തെളിവെടുപ്പിനായി പോലീസ് എത്തിയപ്പോൾ അയാൾ പറയുന്നത് തന്റെ അമ്മ എവിടെയെന്ന് ചോദിക്കുന്നു. അപ്പം തന്നെ കൊടുക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, തനിക്കിതിൽ പങ്കില്ല എന്നുള്ള രീതിയിലുള്ള പരാമർശങ്ങളൊക്കെ ഇയാൾ നടക്കുന്നു. എന്തായാലും അതിക്രൂരമായ രീതിയിലാണ് ഈ എഴുകുമയിൽ മാതാപിതാക്കളെ പ്രതി കൊലപ്പെടുത്തിയത്. ലഹരിക്ക് അടിമയാണെന്ന് ഇയാൾക്ക് നാളുകളിൽ നമുക്കറിയാൻ കഴിയുന്നു. കാലങ്ങളായി സ്ഥിരമായി അമിതമായി മദ്യപിക്കുകയും മറ്റ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. എന്തായാലും പോലീസ് കൂടുതൽ വിശദമായ ചോദ്യം ചെയ്യൽ നടത്തേണ്ടതുണ്ട്. കാരണം മറ്റു കാരണങ്ങളുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. എന്തായാലും അടുത്ത ദിവസങ്ങളൊക്കെ അതിനെക്കുറിച്ച് വ്യക്തത വരും എന്നാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. ഹരി, പ്രിൻസ്, 2 കാര്യങ്ങൾ. ഒന്ന്, ഈ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തുന്നതുമായി ബന്ധപ്പെട്ടും ഈ വിദേശത്തായിട്ടുള്ള ഈ ബന്ധു ഒരു വൈദികൻ അയച്ചു കൊടുത്തതുമായി ബന്ധപ്പെട്ടാണല്ലോ. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിശദാംശങ്ങളുണ്ടോ? ഈ ബന്ധു ആരാണ്? ഇയാളുടെ നിർദ്ദേശപ്രകാരമാണോ ഇത് അയച്ചതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം അവിടെ നിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ പരസ്പര വിരുദ്ധമായ മൊഴിയും സംബന്ധിച്ചും ഒരു വ്യക്തത വരേണ്ടതുണ്ടല്ലോ. കാരണം ഇന്ന് തെളിവെടുപ്പിന് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ ഉൾപ്പെടെ വളരെയധികം ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിലാണ്. ഒരു തരത്തിലും സാധാരണ ഈ കാണുന്ന തരത്തിലുള്ള ശരീരഭാഷയല്ല. അപ്പോൾ അതുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ നിൽക്കുമ്പോൾ ഇത് ആരുടെയെങ്കിലും പ്രേരണ കൊണ്ട് ചെയ്തതാണോ? ഇന്ന് അയാൾ മൊഴി മാറ്റി പറയുന്നു. ഇത് എന്താണ് സംഭവിക്കുന്നതെന്നാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹരി, ഈ കൃത്യത്തിൽ മറ്റാരുടെയെങ്കിലും പങ്ക് സംബന്ധിച്ച് പോലീസ് വ്യക്തമാക്കിയിട്ടില്ല. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ഈ പ്രതിയായ അജീഷ് ഒറ്റയ്ക്ക് നടത്തി എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റാരെങ്കിലും ഇയാൾ ഇതിനകത്ത് ബന്ധപ്പെടുത്തി മനസ്സിലാകുന്നില്ല. കാരണം പ്രായമായൊരു അമ്മ മാത്രമാണ് ഇവരെ കൂടാതെ വീട്ടിലുണ്ടായിരുന്നത്. പിതാവ് ജംഗ്ഷനിലൊക്കെ എന്തൊക്കെ ആവശ്യങ്ങൾക്കായി പോയി മടങ്ങി വന്നപ്പോഴേക്കും അമ്മയെ കൊലപ്പെടുത്തിയിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ മറ്റ് ബന്ധുക്കൾക്ക് ഇയാൾ അയച്ചിരുന്നെങ്കിൽ പോലും ഈ ബന്ധുക്കളുമായി മറ്റു പല ഇവരുടെ മാതാപിതാക്കളുമായിട്ടൊക്കെ ഈ ലഹരി വിരുദ്ധ കേന്ദ്രത്തിലേക്ക് ഇയാൾ അയച്ചതുമായി സംബന്ധിച്ച് തർക്കങ്ങളുണ്ടായിരുന്നു. അത് നിരന്തരം ഇയാൾ ചോദ്യം ചെയ്തിരുന്നു. അങ്ങനെ ഈ ലഹരി ഉപയോഗം നിർത്തുന്നതിന് വേണ്ടി ഇയാൾ അയച്ചൊരു സാഹചര്യത്തിൽ പല ബന്ധുക്കളോടും ഇത്തരത്തിലൊക്കെ ഇയാൾ പറഞ്ഞിരുന്നു എന്നാണ് അറിയുന്നത്. അങ്ങനെ ഈ ചിത്രങ്ങൾ പകർത്തി അതിനുശേഷം കൃത്യം നിർവഹിച്ച ശേഷം ചിത്രങ്ങൾ പകർത്തി ഇയാൾ അയച്ചതാവാം എന്നാണ് പ്രാഥമികമായ നിഗമനം. എന്നാലും മറ്റാർക്കെങ്കിലും ഈ കാര്യത്തിൽ പങ്കുണ്ടോ എന്ന് സംബന്ധിച്ചതൊക്കെ വിശദമായ അന്വേഷണം നടത്തും. പ്രത്യേകിച്ചും ഈ വലിയൊരു കുറ്റകൃത്യമാണ് നടത്തിയിരിക്കുന്നത്. വലിയ അതിക്രൂരമായാണ് ഇരുവരെയും കൊലപ്പെടുത്തിയിരിക്കുന്നത്. വലിയ പ്രകോപനങ്ങളൊന്നുമില്ലാതെ തന്നെ ഈ കൃത്യം നടത്തിയ ഇയാൾ ആവർത്തിച്ച് പറയുന്നത് തന്നെ ഇപ്പോൾ കുടുക്കിയതാണെന്നാണല്ലോ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അയാൾ പറയുന്നത് അയാളല്ല ഈ കൃത്യം ചെയ്തത് എന്നത് സംബന്ധിച്ചാണോ ഇപ്പോൾ അയാൾ പറയുന്ന മൊഴി? അതായത് അയാളെ കുടുക്കിയതാണ്, ഇത് മറ്റാരോ ചെയ്ത കൊലപാതകമാണ്, ഇയാൾക്ക് ഇതിൽ പങ്കില്ല എന്നാണോ? ഹരി, നിലവിൽ അയാളുടെ മൊഴി അല്ലെങ്കിൽ അയാൾ തെളിവെടുപ്പിന് അയാൾ കൊണ്ടുവരുന്ന സമയത്ത് അയാൾ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ തന്നെ കുടുക്കിയതാണ് എന്നുള്ള രീതിയിൽ അയാൾ പറയുന്നുണ്ടെങ്കിൽ പോലും ഈ വീട്ടിലെ സാധനങ്ങൾ ഇങ്ങനെയൊന്നും അല്ല കിടന്നത്. അതോടൊപ്പം തന്നെ അമ്മ എവിടെ എന്നൊക്കെ ഇയാൾ ഈ തെളിവെടുപ്പിനായി കൊണ്ടുവന്നപ്പോൾ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇന്നലെ കഴിഞ്ഞ രാത്രിയിൽ ഈ സംഭവം അറിഞ്ഞ് നാട്ടുകാർ എത്തുമ്പോഴേക്കും ഇയാൾ തന്റെ മാതാപിതാക്കളെ പാപികളായിരുന്ന അവരെ നിർദ്ദേശപ്രകാരം ദൈവസന്നിധിയിലേക്ക് പറഞ്ഞയച്ചിരുന്നു എന്നുള്ള രീതിയിലൊക്കെയുള്ള മൊഴികളും ഒക്കെ പോലീസ് വ്യക്തമായ രീതിയിൽ താൻ ഈ കൃത്യം അറിഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിലുള്ള പരാമർശങ്ങളാണ് നടത്തിയിരിക്കുന്നത്. എന്തായാലും കൃത്യമായി ഇയാൾ കാര്യങ്ങളിൽ, അതായത് ലഹരി ഉപയോഗം
മൂലം പലപ്പോഴും പരസ്പര വിരുദ്ധമായ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു എന്നൊക്കെ വേണം നമുക്ക് അനുമാനിക്കാൻ. പ്രത്യേകിച്ചും നാട്ടുകാർ ഇക്കാര്യത്തിൽ പറയുന്നുണ്ട്. വലിയ തോതിൽ ഇയാൾ ലഹരി ഉപയോഗിച്ചിരുന്നു, മദ്യപിച്ചിരുന്നു, പതിവായി ഇയാൾ മദ്യപിച്ചിരുന്നു. ചെറുപ്പക്കാരാണെങ്കിൽ പോലും വർഷങ്ങളായി ഇയാൾ മദ്യത്തിന് സ്ഥിരമായി മദ്യപിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഈ ലഹരി വിദഗ്ധ കേന്ദ്രത്തിലേക്ക് ഇയാൾ അയച്ചതുമായി ബന്ധപ്പെട്ട് പല തർക്കങ്ങളും നിലനിന്നിരുന്നു എന്ന് നമുക്കറിയാൻ കഴിയുന്നുണ്ട്. പല ബന്ധുക്കളുമായിട്ട് ഇതുമായി ഇയാളെ സംബന്ധിച്ച് തർക്കം ഉണ്ടാക്കിയിരിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും അതിനുശേഷം ഈ ലഹരി വിദഗ്ധ കേന്ദ്രത്തിൽ തിരികെ എത്തിയ ശേഷം ഇയാൾ ലഹരി അമിതമായി ഉപയോഗിച്ചിരിക്കുന്നില്ല എന്നൊക്കെ നാട്ടുകാരിൽ ചിലരോട് പറഞ്ഞിരുന്നതായും അല്ലെങ്കിൽ സുഹൃത്തുക്കൾ മുഖാന്തരമൊക്കെ ഞാൻ ലഹരി ഉപയോഗം കുറച്ചു എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിരുന്നതായും അറിയുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ഇയാൾ അമിതമായി ലഹരി ഉപയോഗിച്ചിരുന്നു തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നിരുന്നത്. മദ്യമാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലഹരി ഉപയോഗിച്ചിരുന്നോ എന്നത് സംബന്ധിച്ചൊക്കെയുള്ള ഈ ലഹരി പരിശോധനയുമായി ബന്ധപ്പെട്ടുള്ള നടപടികളിൽ എന്തെങ്കിലും വ്യക്തത വന്നിട്ടുണ്ടോ? എപ്പോഴായിരിക്കും അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ ഉൾപ്പെടെ നടക്കുക? ഹരി നിലവിൽ വീട്ടിലെത്തി പ്രാഥമികമായ തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ട്. എന്തായാലും ഇനി കോടതിയിൽ ഹാജരാക്കണം, അതിനുള്ള നടപടികൾ ഉണ്ടാവണം. എന്തായാലും മറ്റ് വൈദ്യപരിശോധനയൊക്കെ നടത്തേണ്ടതുണ്ട്. അതിനുശേഷം വരും ദിവസങ്ങളായിരിക്കും വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം ആയിരിക്കും വിശദമായ ഒരു ചോദ്യം ചെയ്യലൊക്കെ ഉണ്ടാവുക, മറ്റ് കാരണങ്ങൾ ഉണ്ടാവുക എന്നത് സംബന്ധിച്ചുള്ള ചോദ്യം ചെയ്യലൊക്കെ ഉണ്ടാകുക. എന്തായാലും ഇപ്പോഴും ഇയാൾ കൃത്യമായ കാര്യങ്ങൾ പറയുന്നില്ല. പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് പലപ്പോഴും പറയുന്നത്. പോലീസ് സ്റ്റേഷനിൽ വെച്ചും പോലീസുകാരുമായിട്ടും ഒക്കെ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ തെളിവെടുപ്പിനായി ഈ മേഖലയിലേക്ക് വീട്ടിലേക്ക് എത്തിച്ചപ്പോഴും പരസ്പര വിരുദ്ധമായ കാര്യങ്ങളൊക്കെ പറയുന്നത് കൊണ്ട് തന്നെ കൃത്യമായി ഇയാളിൽ നിന്നുള്ള തെളിവുകൾ സ്വീകരിക്കുന്നതിനായി കൂടുതൽ വിശദമായ ചോദ്യം ചെയ്യൽ നടത്തേണ്ടി വരും. എന്തായാലും കോടതിയിൽ ഹാജരാക്കി പ്രതിയെ റിമാൻഡ് ചെയ്ത ശേഷം പിന്നീട് കസ്റ്റഡിയിൽ വാങ്ങി അത്തരത്തിൽ വിശദമായ ഒരു ചോദ്യം ചെയ്യലിലേക്കായിരിക്കും പോലീസ് ശ്രമിക്കുന്നത്. മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ, ഈ കൊലപാതകത്തിലേക്ക് നയിക്കുന്നതിനായി മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്ന് സംബന്ധിച്ചും വ്യക്തമായ ഒരു അന്വേഷണം നടത്തേണ്ടതുണ്ട്. എന്തായാലും നാട്ടുകാർ പറയുന്നത് ഇയാൾ അധികം സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നില്ല. കൃത്യമായി പിതാവിന്റെ കൂട്ടത്തിൽ കാർഷിക ജോലികൾക്കൊക്കെ ചെയ്തിരുന്നു. ഒപ്പം പശു വളർത്തലൊക്കെ, കന്നുകാലി വളർത്തൽ പോലുള്ള ജോലികൾ ഈ വീട്ടുകാർ ചെയ്തിരുന്നു. അതുമായി അനുബന്ധിച്ച് ഉള്ള ജോലികളും സഹായങ്ങളും ഒക്കെ ഇയാൾ ചെയ്തിരുന്നതായിട്ടും ഒക്കെ നാട്ടുകാർ പറയുന്നുണ്ട്. എന്നാൽ ഇത്തരത്തിൽ മദ്യപിച്ചുള്ള ബഹളങ്ങളൊക്കെ വീട്ടിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. എന്തായാലും അത് നിർത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഏതാനും നാളുകളായി വീട്ടുകാർ സ്വീകരിച്ചിരുന്നു, കുടുംബക്കാരൊക്കെ സ്വീകരിച്ചിരുന്നു. അതിന്മേലുള്ള ചില അമർഷങ്ങൾ ഇയാൾക്കുണ്ടായിരുന്നു. പലരോടും അത്തരത്തിൽ അയാൾ ദേഷ്യപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പല ബന്ധുക്കളെയും ഒക്കെ അയാൾ ഇത്തരത്തിൽ ദേഷ്യപ്പെട്ട സാഹചര്യങ്ങളൊക്കെ ഈ സംഭവമായി ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും ലഹരി ഉപയോഗം തന്നെയാണ് ഇയാൾ ഇത്തരത്തിലൊരു ക്രൂരമായ ിലേക്ക് നയിച്ചതെന്നാണ് കരുതുന്നത്. മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഇടപെടലുകളുണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്ന് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തേണ്ടി വരും. എന്തായാലും ഇയാളെ സംബന്ധിച്ച് കൂടുതൽ വിശദമായ ഒരു ചോദ്യം ചെയ്യലിലൂടെ മാത്രമേ സാധിക്കുള്ളൂ. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ പരസ്പര വിരുദ്ധമായ ഒരു കാര്യങ്ങളാണ് ഈ പ്രതിയായ അജീഷ് പറയുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലൊക്കെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷമായിരിക്കും അത്തരത്തിൽ വിശദമായ ഒരു ചോദ്യം ചെയ്യലിലേക്ക് പോലീസ് കടക്കുക. ശരി, വ്യക്തമാണ്. എന്തായാലും തുടർന്നുള്ള നീക്കങ്ങൾ എങ്ങനെയായിരിക്കും എന്നത് സംബന്ധിച്ചും അറിയേണ്ടതുണ്ട്. പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് പ്രതി പറയുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം കുറ്റം സമ്മതിച്ച വ്യക്തി ഇന്ന് അമ്മ എവിടെയെന്ന് ചോദിക്കുന്നു. സാധനങ്ങൾ ഇങ്ങനെയല്ല വീട്ടിലുണ്ടായിരുന്നതെന്ന് പറയുന്നു. ഇത് തന്റെ മേൽ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമങ്ങളാണെന്ന് ഉൾപ്പെടെയാണ് ഈ പ്രതി പറയുന്നത്. എന്തായാലും ഇടുക്കിയിലെ ഇരട്ടക്കൊലപാതകത്തിൽ ഇപ്പോൾ തെളിവെടുപ്പ് പൂർത്തിയായിരിക്കുന്നു. പ്രിൻസാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇടവേളയിലേക്ക് പോകുന്നു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.